എൻ്റെ ഈ ചിരിയുടെ പുറകിലൊരു മാജിക് ഉണ്ട്. അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം. ഈ ചോക്ലേറ്റ് എല്ലാം കഴിച്ചുകൊണ്ട് ഞങ്ങൾ പോകുന്നത് മുത്തപ്പനെ കാണാനാണേ. അങ്ങനെ ദേ മുത്തപ്പൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിന് നിറയെ സങ്കടമായിട്ടാണ് കേട്ടോ കഴിഞ്ഞ തവണ വന്നിട്ടുണ്ടായിരുന്നത്. ഇത്തവണ വരുമ്പോൾ മനസ്സ് നിറഞ്ഞാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ എല്ലാ നന്ദിയും മുത്തപ്പനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞ് നേർച്ചയെല്ലാം വാങ്ങിച്ച് ദേ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു മനസ്സമാധാനമായി. അങ്ങനെ ദേ ഞാനും ചേച്ചിയും വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് പോവുമായിരുന്നു. പിന്നെ നല്ല വെയിലായതുകൊണ്ട് ഭയങ്കര ക്ഷീണമൊക്കെ തോന്നി. പിന്നെ ദേ നമ്മുടെ കുടുക്ക നിറയ്ക്കണമല്ലോ. അങ്ങനെ ദേ നമ്മൾ ഫ്രഷ് ലൈം എല്ലാം വാങ്ങിച്ച് എഗ് പപ്സ് എല്ലാം വാങ്ങിച്ചിരുന്ന് കഴിക്കുമായിരുന്നു. അങ്ങനെ ദേ അനിയനും ചേച്ചിയും ഉണ്ടല്ലോ, രണ്ടുപേരും ഉള്ളതുകൊണ്ട് ഭയങ്കര വർത്താനമായിരുന്നു. അങ്ങനെ ദേ നമ്മളാണെങ്കിൽ ആ കാര്യമൊക്കെ അങ്ങ് ഇതാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് കേട്ടോ ചിന്തിച്ചത് നാളെ എൻ്റെ കുഞ്ഞേച്ചിയുടെ പിറന്നാളാണ്. അപ്പോൾ ആൾക്ക് വേണ്ടി ഒരു കേക്ക് വാങ്ങണം. അമ്മയും പപ്പയും വാങ്ങാമെന്നൊന്നും പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചില്ല കേട്ടോ. എനിക്ക് തന്നെ അത് വാങ്ങണമെന്ന് വാശിയായിരുന്നേ. അങ്ങനെ ദേ എല്ലാവരും സ്പെഷ്യൽ ഡേക്ക് എന്നെക്കൊണ്ട് പറ്റുന്നത് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. അങ്ങനെ ദേ അതെല്ലാം വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കെന്തോ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ദേ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ പൂച്ചക്കുട്ടി എന്നെ മണത്തൊക്കെ നോക്കണ്ടായിരുന്നു. അപ്പോൾ അടുത്ത സർപ്രൈസിങ് വീഡിയോ വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ ഗായ്സ്.